ആൻജിയോൺ ലേണിംഗിന്റെ SSC NTPC GK ബാച്ചിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റ് മോഡേൺ ഹിസ്റ്ററി ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ കുറച്ച് ടോപ്പിക്സുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചിട്ടാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബർത്ത് മുതൽ ഇൻഡിപെൻഡൻസ് വരെ ഉള്ളതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ എക്സാം പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചിട്ട് പറയുമ്പം നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാവും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1885 1885 നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമാവുന്നത് അല്ലെ. 1885 ഇത് സ്ഥാപിച്ച വ്യക്തിയുടെ പേരെന്താണ്? A.O. ഹ്യൂം. A.O. ഹ്യൂം ആണ് ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ INC എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ പറയും. A.O. ഹ്യൂം ആണ് ഇത് സ്ഥാപിച്ചത്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് സെഷൻ നടക്കുന്നത് ബോംബെയിലാണ് 1885. അതിന്റെ പ്രസിഡന്റ് ആയിരുന്നത്, ഫസ്റ്റ് സെഷന്റെ പ്രസിഡന്റ് ആയിരുന്നത് WC ബാനർജി ആണ്. 72 ഡെലിഗേറ്റ്സ് ആണ് ഈ ഒരു ഫസ്റ്റ് സെഷനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് മുംബൈയിലെ അല്ലെങ്കിൽ ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജ്, ഇവിടെയാണ് ഈ ഒരു ഫസ്റ്റ് മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി നമ്മൾ പ്രധാനപ്പെട്ട സെഷൻസ് നോക്കുമ്പോൾ നമുക്ക് തേർഡ് സെഷൻ ഇമ്പോർട്ടന്റ് ആണ്. തേർഡ് സെഷൻ 1887 മദ്രാസിൽ വെച്ചിട്ടാണ് നടന്നത്. അതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ബദ്രുദ്ദീൻ തിയാബ്ജി ആയിരുന്നു. ഹി വാസ് ദ ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ഓഫ് INC. ആ രീതിയിലാണ് നമുക്ക് ഈ ഒരു തേർഡ് സെഷൻ ഇമ്പോർട്ടന്റ് ആവുന്നത്. അപ്പോൾ തേർഡ് സെഷന്റെ പ്രസിഡന്റ് ആരായിരുന്നു? പ്രസിഡന്റിന്റെ സിഗ്നിഫിക്കൻസ് എന്തായിരുന്നു? അത് എവിടെ വച്ചാണ് നടന്നത്? ഏത് വർഷം? ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. 1887 മദ്രാസിലാണ്. ബദ്രുദ്ദീൻ തിയാബ്ജി ആണ് പ്രസിഡന്റ്. അദ്ദേഹം ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ഓഫ് INC ആയിരുന്നു. ഇനി നാലാമത്തെ സെഷൻ നോക്കുവാണെങ്കിൽ നാലാമത്തെ സെഷൻ എഗെയിൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. 1888 അലഹബാദിൽ വെച്ച് നടന്ന ഈ ഒരു സെഷന്റെ പ്രസിഡന്റ് ജോർജ് യൂൾ ആയിരുന്നു. ജോർജ് യൂളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി വാസ് ദ ഫസ്റ്റ് ബ്രിട്ടീഷ് പ്രസിഡന്റ് ഓഫ് INC. ഓക്കെ, ബ്രിട്ടീഷ് പ്രസിഡന്റ്, ബ്രിട്ടീഷുകാരനായിട്ടുള്ള ആദ്യ പ്രസിഡന്റ് ആയിരുന്നു ജോർജ് യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുമ്പം 1896 കൊൽക്കത്തയിൽ വെച്ച് നടന്ന സെഷനിലാണ് വന്ദേ മാതരം ആദ്യമായിട്ട് പാടിയത്. വന്ദേ മാതരം ആദ്യമായിട്ട് പാടിയത് 1896 കൊൽക്കത്തയിൽ വെച്ച് നടന്ന സെഷനിലാണ്. 1901 കൊൽക്കത്തയിൽ തന്നെ വെച്ച് നടന്ന വേറൊരു സെഷനിലാണ് ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രോഗ്രാമിൽ ഗാന്ധി അപ്പിയർ ചെയ്യുന്നത്. ഓക്കെ, 1896 കൊൽക്കത്തയിൽ വെച്ച് നടന്ന ആ കൊൽക്കത്തയിൽ തന്നെയാണ് 1901 നടന്നത് കേട്ടോ. രണ്ടും കൊൽക്കത്ത തന്നെയാണ്, പക്ഷെ ഇയർ മാറ്റം ഉണ്ടെന്നുള്ളതാണ്. ഇനി 1905 ബനാറസിൽ നടന്ന സമ്മേളനത്തിലാണ് സ്വദേശി മൂവ്മെന്റിനെ അഡോപ്റ്റ് ചെയ്തത്. അപ്പൊ ഈ ഒരു സ്വദേശി മൂവ്മെന്റിനെ അഡോപ്റ്റ് ചെയ്ത സമ്മേളനം എന്ന് പറയുന്നത് 1905 കോൺഗ്രസിന്റെ സെഷനാണ്. അത് എവിടെ വെച്ചാണ് നടന്നത്? ബനാറസിൽ വെച്ചിട്ടാണ്. അതിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. ഗോപാലകൃഷ്ണ ഗോഖലെ. ഇനി കോൺഗ്രസിലെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവുന്നുണ്ട്. മോഡറേറ്റ്സ്, എക്സ്ട്രീമിറ്റ്സ് എന്ന് പറയുന്ന രണ്ട് വിഭാഗങ്ങളായിട്ട് കോൺഗ്രസിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവുന്നുണ്ട്. മോഡറേറ്റ്സിന്റെ ഐഡിയോളജി ഡിഫറെന്റ് ആണ്, എക്സ്ട്രീമിറ്റ്സിന്റെ ഐഡിയോളജി ഡിഫറെന്റ് ആണ്. സോ ഈ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവുന്നത്, രണ്ട് വിഭാഗങ്ങളായിട്ട് കോൺഗ്രസ് സ്പ്ലിറ്റ് ചെയ്യുന്നത് 1907 സൂററ്റിൽ വെച്ച് നടന്ന സെഷനിലാണ്. അതിന്റെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി റാഷ് ബിഹാരി ഘോഷ്. റാഷ് ബിഹാരി ഘോഷ്. ഹവർ 1916 ലക്നൌവിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് എന്തുണ്ടായിരുന്നത്? ഇവർ രണ്ടുപേരും, ഈ എക്സ്ട്രീമിറ്റ്സും മോഡറേറ്റ്സും സെപ്പറേറ്റ് ആയി പോയവര് മെർജ് ചെയ്തു വന്നത്, അവർ യോജിച്ചു ഒന്നും കൂടി. അതെപ്പോഴാണ്? 1916 ലക്നൌവിൽ നടന്ന സെഷനിലാണ്. അതുമാത്രല്ല, അവിടെ നമുക്ക് ലക്നൗ പാക്ട് എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റും കൂടി നിലവിൽ വന്നു. ഈ ലക്നൗ പാക്ട് ഒരു കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആയിരുന്നു. കോൺഗ്രസും മുസ്ലിം ലീഗും.
ഇനി നമ്മുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്, ഓക്കെ, ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആനി ബസന്റ് ആണ് കേട്ടോ. ആനി ബസന്റ് ഒരു ഐറിഷ് വുമൺ ആണ്. ആനി ബസന്റ് എന്ന് പറയുന്നത്. അവര് പ്രസിഡന്റ് ആയത് 1917 കൊൽക്കത്തയിൽ വെച്ച് നടന്ന സെഷനിലാണ് കേട്ടോ. 1917. പക്ഷെ ഇന്ത്യക്കാരിയായ ആദ്യത്തെ വിമൺ പ്രസിഡന്റ് എന്ന് പറയുന്നത് സരോജിനി നായിഡു ആണ്. 1925 കാൺപൂർ വെച്ചിട്ട് ഉള്ള സമ്മേളനത്തിലാണ് അവര് പ്രസിഡന്റ് ആയത്. ഇനി കുറച്ച് പ്രധാനപ്പെട്ട സെഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1924 കർണാടകയിലെ ബെൽഗോമിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി പ്രസിഡന്റ് ആയത്. ആകെ ആ ഒരു സമ്മേളനത്തിൽ, ആ ഒരു സെഷനിൽ മാത്രമേ ഗാന്ധിജി പ്രസിഡന്റ് ആയിട്ടുള്ളൂ. അത് ഓർത്തിരിക്കുക. ഓൺലി ടൈം ഗാന്ധി പ്രസിഡന്റ് ആയത് 1924 1929 ലാഹോറിൽ വെച്ച് നടന്ന സെഷനിലാണ് പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ അഡോപ്റ്റ് ചെയ്തത്. അതായത് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്, നമുക്ക് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ആണ് വേണ്ടത് എന്ന ആ ഒരു കോൺഗ്രസ് റെസൊല്യൂഷൻ അഡോപ്റ്റ് ചെയ്തത് 1929 ലാഹോറിൽ വെച്ച് നടന്ന സെഷനിലാണ്. അതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1938 ഹരിപുരയിൽ വെച്ച് നടന്ന സെഷന്റെ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. അതുപോലെ തന്നെ 1939 ത്രിപുരി എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന സെഷനിലും സുഭാഷ് ചന്ദ്രബോസ് തന്നെയായിരുന്നു പ്രസിഡന്റ്. 1946 മീററ്റിൽ വെച്ച് നടന്ന ഒരു സമ്മേളനം. ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുന്നേ ഉള്ള അവസാനത്തെ സമ്മേളനമായിരുന്നു. അത് എവിടെ വെച്ചാണ് നടന്നത്? മീററ്റിലാണ്. അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു JB കൃപലാനി. ഇത് പഠിക്കാൻ കുറച്ച് പാടാണ്, എന്നാലും നിങ്ങൾ ട്രിക്സ് ഒക്കെ യൂസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ നമ്മൾ വളരെ ബ്രീഫ്ലി ആണ് ഇതെല്ലാം പറഞ്ഞു പോകുന്നത് കേട്ടോ. പക്ഷെ നമ്മുടെ ക്ലാസ്സുകളിൽ ഇതൊക്കെ ഓരോന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട്, ഇതൊരു റിവിഷൻ സെഷൻ ആയതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ബ്രീഫായിട്ട് പറഞ്ഞു പോകുന്നത്. നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് നമ്മുടെ SSC NTPC ബാച്ചിലൊക്കെ പേഴ്സണൽ അറ്റൻഷനോട് കൂടിയിട്ട് പഠിക്കാനായിട്ട് പറ്റും. ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടും, ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യത്തിലേക്ക് പോകുമ്പം നമ്മൾ പറഞ്ഞിരുന്നു കോൺഗ്രസിന്റെ അല്ലെ INCയുടെ പ്രധാനപ്പെട്ട സെഷൻസ്, അതുപോലെ തന്നെ പ്രസിഡന്റുമാര് എവിടെ വെച്ചാണ് നടന്നതെന്നൊക്കെ. പക്ഷെ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് അസോസിയേഷൻസ് ഉണ്ടായിരുന്നു. ആ അസോസിയേഷൻസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള ഒരു അംബ്രല്ല ഓർഗനൈസേഷൻ ഉണ്ടായത്. അപ്പൊ ഈ പ്രീ കോൺഗ്രസ് ഓർഗനൈസേഷൻസ് എന്തൊക്കെയാണ്, അതിന്റെ ലീഡേഴ്സ് ആരൊക്കെയാണ്, അത് ഏത് വർഷമാണ് ഉണ്ടായത് എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതില് ഒന്നാമത്തെ ഒരു ഓർഗനൈസേഷൻ ആണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ഉണ്ടായത് 1866 അത് ഉണ്ടാക്കിയ ആൾ, അതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ദാദാബായ് നവറോജിയാണ് 1866. ഓക്കെ, അതുപോലെ 1875 ഇന്ത്യൻ ലീഗ് ഉണ്ടാക്കുന്നുണ്ട്. അത് ശിശിർ കുമാർ ഘോഷ് ആണ്. 1870 MG റാനഡയുടെ നേതൃത്വത്തില് പൂന സാർവജനിക് സഭ ഉണ്ടാകുന്നു. പൂന സാർവജനിക് സഭ. അതേപോലെ 1884 മദ്രാസ് മഹാജൻ സഭ ഉണ്ടാകുന്നു. മദ്രാസ് മഹാജൻ സഭ. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ 1885 ഉണ്ടാവുന്നത്. ഫിറോസ് ഷാ മേത്ത, KT തെലങ്ക്, ബദ്രുദ്ദീൻ തിയാബ്ജി ഇവരൊക്കെ ആയിരുന്നു ഇതിന്റെ ലീഡേഴ്സ്. ഈ മദ്രാസ് മഹാജൻ സഭയ്ക്ക് കുറച്ച് ലീഡേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. മദ്രാസ് മഹാജൻ സഭയ്ക്ക് അത് ആരൊക്കെയായിരുന്നു ആ ലീഡേഴ്സ് എന്ന് നിങ്ങളൊന്ന് കമന്റ് സെക്ഷനിൽ പറയാം. മദ്രാസ് മഹാജൻ സഭയുടെ ലീഡേഴ്സ്. ബോംബെ പ്രസിഡൻസി അസോസിയേഷന്റെ ആരൊക്കെയാണ്? ഫിറോസ് ഷാ മേത്ത, KT തെലങ്ക്,
ഇനി നമുക്ക് കോൺഗ്രസിന്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തിയറീസ് നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ഹിസ്റ്റോറിയൻസിന്റെ ഇടയിലും നാഷണലിസ്റ്റുകളുടെ ഇടയിലും ഒക്കെ സേഫ്റ്റി വാൾ തിയറി, അതുപോലെ തന്നെ കോൺസ്പിറസി തിയറി, ലൈറ്റ്നിങ് കണ്ടക്ടർ തിയറി, ഇത് മൂന്നുമാണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ തിയറീസ് എന്ന് പറയുന്നത്. സേഫ്റ്റി വാൾ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാഷണലിസ്റ്റുകൾ അവരുടെ ആ ഒരു അജിറ്റേഷനും അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു സേഫ്റ്റി വാൽവായിട്ട് യൂസ് ചെയ്തു എന്ന് പറയുന്ന ഒരു തിയറിയാണ് സേഫ്റ്റി വാൾ തിയറി എന്ന് പറയുന്നത്. അതുപോലെ ലൈറ്റ്നിങ് കണ്ടക്ടർ തിയറി ആണെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷേഴ്സിനെ നമ്മളൊരു ലൈറ്റ്നിങ് കണ്ടക്ടർ ആയിട്ട് അല്ലെങ്കിൽ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ഇന്ത്യക്കാർ യൂസ് ചെയ്തു, അവർക്ക് അവരുടെ ആ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു യൂണിറ്റി ഫാക്ടർ ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്നുള്ള അങ്ങനെ പല തിയറീസ് ആണുള്ളത്. നമുക്ക് അതിന്റെ ഡീറ്റെയിലോട്ട് പോവേണ്ട ആവശ്യമില്ല. അതുകൂടാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഫാക്ടറി ഓഫ് സെഡീഷൻ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ലോർഡ് ഡഫറിൻ ആണ് വിളിച്ചത്. സോ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഫാക്ടറി ഓഫ് സെഡീഷൻ എന്ന് വിളിച്ചത്? ലോർഡ് ഡഫറിൻ ആണ്. ഇനി നമുക്ക് INC അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫോർമേഷന് മുന്നേ കുറച്ച് വൈസ്രോയിമാരും അവര് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ആക്ടുകളും എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. നമുക്ക് വാറൻ ഹേസ്റ്റിങ്ങിനെ നോക്കുവാണെങ്കിൽ വാറൻ ഹേസ്റ്റിംഗ് 1773 മുതൽ 1785 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലം. ആ സമയത്ത് അദ്ദേഹം റെഗുലേറ്റിംഗ് ആക്ട് കൊണ്ടുവരികയും അതുപോലെ ബംഗാൾ ഗസറ്റ് എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ വരികയും ഒക്കെ ചെയ്ത് വാറൻ ഹേസ്റ്റിംഗ്സിന്റെ കാലഘട്ടത്തിലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വൈസ്രോയി ആണ് കോൺവാലിസ്, ലോർഡ് കോൺവാലിസ്. 1786 മുതൽ 1793 വരെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്ത ലാൻഡ് റവന്യൂ സിസ്റ്റം ആയിട്ടുള്ള പെർമനന്റ് സെറ്റിൽമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? കോൺവാലിസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതേപോലെ വെല്ലസ്ലി കൊണ്ടുവന്ന സബ്സിഡറി അലയൻസിനെ കുറിച്ചും നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഒരു പ്രോഗ്രസീവ് മെഷർ ആയിട്ടുള്ള സതിയുടെ അബോളിഷൻ കൊണ്ടുവന്നത് 1829 ലോർഡ് വില്യം ബെന്റിക് ആണ്. ഓക്കെ. അതേപോലെ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്ന ഒരു പോളിസിയും അതുകൂടാതെ ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽവേ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ലോർഡ് ഡൽഹൌസിയുടെ കാലഘട്ടത്തിലാണ്. ഏത് വർഷമാണ് ഈ റെയിൽവേ ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് ഓർത്തിരിക്കാം. അതേപോലെ 1916 ശേഷം ഉള്ള കുറച്ച് ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ വൈസ്രോയിസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്തെ അല്ലെങ്കിൽ അതിനും കുറച്ച് മുന്നേ ആയിട്ടുള്ള വൈസ്രോയിസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഡഫറിൻ എന്ന് പറയുന്ന ഒരു വൈസ്രോയി നമ്മൾ പറഞ്ഞിരുന്നു ഫാക്ടറി ഓഫ് സെഡീഷന്റെ കാര്യത്തിൽ. സോ ലോർഡ് ഡഫറിൻ ഫോർമേഷൻ ഓഫ് കോൺഗ്രസ് INCയുടെ ഫോർമേഷന്റെ സമയത്ത് വൈസ്രോയി ആയിരുന്ന വ്യക്തി ലോർഡ് ഡഫറിൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ സമയത്ത് തന്നെയാണ് ഫാക്ടറി ആക്ട്. അപ്പൊ ഈ വൈസ്രോയിമാരും അവരുടെ സമയത്ത് നടന്ന പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ. അതുപോലെ ലോർഡ് കേഴ്സൺ ആണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ. ഓക്കെ, പാർട്ടീഷൻ ഓഫ് ബംഗാൾ അനൗൺസ് ചെയ്ത് ലോർഡ് കേഴ്സൺ ആണ്. അതേപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ഫോർമേഷൻ ഒക്കെ ഈ ഒരു സമയത്താണ് നടന്നത്. പിന്നെ മിൻഡോ സെക്കൻഡ്, മോർലെ മിൻഡോ റിഫോംസിൽ മിൻഡോ എന്ന് പറയുന്നത് മിൻഡോ സെക്കൻഡ് ആണ്. പിന്നെ ഹാർഡിൻ സെക്കൻഡ് ആണ്. 1914 ഇന്ത്യയുടെ ക്യാപിറ്റൽ കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലോട്ട് മാറ്റിയത്. 1911 അത്രയും നാൾ ഇന്ത്യയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കൊൽക്കത്തയായിരുന്നു. 1911 കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലോട്ട് ഇന്ത്യയുടെ ക്യാപിറ്റൽ മാറ്റി. ആ സമയത്ത് ലോർഡ് ഹാർഡിഞ്ച് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ. ഇനി കുറച്ച് കോൺഫ്ലിക്ട്സുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒക്കെ ഫോം ചെയ്തതിന് ശേഷം ഉണ്ടായ കുറച്ച് പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സുകളാണ്. ഒന്ന് ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സി വിച്ച് ഹാപ്പൻ ഇൻ 1884. ഇത് 1884 ലോർഡ്
റിപ്പൺ ആയിരുന്നു ആ സമയത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത്, സോറി വൈസ്രോയി എന്ന് പറയുന്നത് ലോർഡ് റിപ്പൺ ആയിരുന്നു. ഈ ഇൽബർട്ട് ബിൽ എന്ന് പറയുന്ന ബില്ല് ഇന്ത്യൻ ജഡ്ജസിന് യൂറോപ്യൻസിനെ ട്രൈ ചെയ്യാം എന്ന് കൊണ്ടുവന്ന ആ ഒരു കാര്യം കൊണ്ടുവന്ന ഒരു ബില്ലായിരുന്നു ഇൽബർട്ട് ബില്ല്. പക്ഷെ ഈ ഒരു ഇന്ത്യൻ ആൾക്കാർക്ക് ഇന്ത്യൻ ജഡ്ജസിന് യൂറോപ്യൻസിനെ ട്രൈ ചെയ്യാം എന്നുള്ള ആ ഒരു സംഭവം യൂറോപ്യൻസിന്റെ ഇടയിൽ ഭയങ്കര ഒരു ബാക്ക്ലാഷ് ഉണ്ടാക്കി. അതുകൊണ്ട് അതൊരു കോൺട്രവേഴ്സി ആയിട്ട് മാറി. അതാണ് ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സി. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു സംഭവം നമ്മുടെ പൊളിറ്റിക്കൽ അരീനയിൽ നടന്നതാണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ ആൻഡ് സ്വദേശി മൂവ്മെന്റ് ഇൻ 1905. നമ്മൾ പറഞ്ഞിരുന്നു ലോർഡ് കേഴ്സൺ ആണ് ഈ ഒരു പാർട്ടീഷൻ അനൗൺസ് ചെയ്തത്. 1905 ഇത് നടന്നത്. അപ്പൊ പാർട്ടീഷൻ ഓഫ് ബംഗാളിന്റെ പാർട്ടീഷൻ നടത്തിയപ്പോ അതിന്റെ ഒരു റെസ്പോൺസ് ആയിട്ട് ഇന്ത്യക്കാർ ലോഞ്ച് ചെയ്ത മൂവ്മെന്റ് ആണ് സ്വദേശി മൂവ്മെന്റ്. അപ്പൊ 1905 സ്വദേശി മൂവ്മെന്റിന് റെക്കഗ്നീഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു 1905 എവിടെയാണ് ഈ ഒരു കോൺഗ്രസ് സെഷൻ നടന്നതെന്ന്. പക്ഷെ 1906 നടന്ന ഒരു സെഷനിലാണ് 4 ഡിഫറെന്റ് റെസൊല്യൂഷൻസ് അഡോപ്റ്റ് ചെയ്തത് കോൺഗ്രസ്. സ്വരാജ്, അതുപോലെ തന്നെ സ്വദേശി, ബോയ്ക്കോട്ട്, നാഷണൽ എഡ്യൂക്കേഷൻ, ഇത് 4ഉമായിട്ട് ബന്ധപ്പെട്ട റെസൊല്യൂഷൻസ് അഡോപ്റ്റ് ചെയ്ത് 1906 കോൺഗ്രസ് സെഷനിലാണ്. അതുപോലെ ലോർഡ് ചെംസ്ഫോർഡിന്റെ സമയത്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 നടന്നതും റൗളക്ട് ആക്ടും ജാലിയൻ വാലാബാഗ് ഒക്കെ നടന്നത് 1919 ലോർഡ് ചെംസ്ഫോർഡിന്റെ ടൈമിലാണ്. ഓക്കെ, സോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് പറഞ്ഞു. നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുന്നേ പ്രീ കോൺഗ്രസ് അസോസിയേഷൻസിനെ കുറിച്ച് പറഞ്ഞു. പ്രധാനപ്പെട്ട വൈസ്രോയിമാര്, അവരുടെ സമയത്ത് ഉണ്ടായിരുന്ന മേജർ ഡെവലപ്മെന്റ്സ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സെഷൻസ്, അതിന്റെ പ്രസിഡന്റുമാര്, ആ സെഷൻസിന്റെ പ്രത്യേകത, ഇങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ, അതായത് എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഉദ്ദേശിച്ചത് UPSC മുതൽ താഴേക്കുള്ള എല്ലാ എക്സാംസിന്റെയും INC-യുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റ് എ പ്ലേസ് കിട്ടാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഫ്രീ ഇനീഷ്യേറ്റീവ്സും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഈ ഒരു സെഷനിലുള്ളത്. ഇതുപോലെ നമ്മൾ ഹിസ്റ്ററിയിലെ എല്ലാ ടോപ്പിക്കും ചെയ്യുന്നതാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണും വരെ